നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ കാര്യത്തിൽ ഏറെ നിർണായക തീരുമാനങ്ങളാണ് സൗദി അറേബ്യ എടുക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന വാർത്തകൾ അത്രയേറെ പ്രധാനമേറിയതാണ്. പറഞ്ഞു വന്നത്, സൗദി അറേബ്യയിൽ ഓൺലൈൻ ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ വാണിജ്യ രജിസ്ട്രേഷൻ നേടണമെന്ന് ഇ-കൊമേഴ്സ് കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ അനുസരിച്ചാണ് അവരുടെ പ്രവർത്തനം തുടരുന്നതെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇത്. ഓൺലൈൻ ബിസിനസ് സ്ഥാപനം ആരംഭിക്കാൻ മറ്റ് വകുപ്പുകളിൽ നിന്ന് ലൈസൻസ് ആവശ്യമാണെങ്കിൽ തന്നെ അതിനായുള്ള നടപടികളും പൂർത്തിയാക്കിയിരിക്കണം. ഇ-കൊമേഴ്സ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക, ഉപഭോക്തൃ വ്യാപാരി അവകാശങ്ങൾ സംരക്ഷിക്കുക, വ്യാജ സ്റ്റോറുകൾ ഇല്ലാതാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇ-കൊമേഴ്സ് കൗൺസിൽ അധികൃതർ വ്യക്തമാക്കി. നിയമങ്ങൾ പാലിക്കാത്തതും ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, വാണിജ്യരേഖകൾ ഇല്ലാത്ത ചില സ്റ്റോറുകളുടെ വഞ്ചനയും തട്ടിപ്പും എന്നിവ വാണിജ്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് വാണിജ്യ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു നിർണായക തീരുമാനമാണ് സൗദി അറേബ്യ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കൈക്കൊണ്ടത്. അതായത് സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് ബാങ്ക് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി തന്നെ സൗദിയിലെ ബാങ്കുകൾക്ക് താൽക്കാലികമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചതായി സൗദി സെൻട്രൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴി രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന പണം പുതിയ അക്കൗണ്ടിലേക്കാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷവും മുമ്പ് പണം അയച്ച അക്കൗണ്ട് ആണെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂറിനുള്ളിലും മാത്രമായിരിക്കും അതത് അക്കൗണ്ടിൽ പണം എത്തുക. മുമ്പ് രേഖപ്പെടുത്താത്ത പുതിയ വിദേശ അക്കൗണ്ടുകളിലേക്ക് ഒരു ദിവസം പരമാവധി അയക്കാവുന്ന തുക 20,000 റിയാലും ഇലക്ട്രോണിക് സേവനങ്ങൾ വഴി ആഭ്യന്തര മന്ത്രാലയങ്ങൾ കൈമാറ്റ പരിധി 60,000 റിയാലുമായി സെൻട്രൽ ബാങ്ക് നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ബാങ്ക് ഉപഭോക്താക്കൾക്കുള്ള പ്രതിദിന പണക്കൈമാറ്റ പരിധി അവർക്ക് മുമ്പുണ്ടായിരുന്ന തലത്തിലേക്ക് തന്നെ പുനഃസ്ഥാപിപ്പിച്ചതായും ഉപഭോക്താവിന് ബാങ്കുമായി ആശയവിനിമയം നടത്തി ആ പരിധി കുറയ്ക്കുന്നതിന് സൗകര്യം ഒരുക്കിയതായും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മുതൽ പുതുക്കിയ നിർദ്ദേശങ്ങൾ നടപ്പായി തുടങ്ങിയിട്ടുണ്ട്. പതിവ് നടപടിക്രമങ്ങൾ അനുസരിച്ച് ഓൺലൈനായി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനുള്ള സേവനവും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ ബാങ്കിംഗ് സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളുടെ വിശ്വാസ്യത ഉപഭോക്താക്കൾ ഉറപ്പാക്കിയിരിക്കണം. ഇടപാടുകളിൽ മുൻകരുതലെടുക്കാനും വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കാനും ഉപഭോക്താക്കളോട് സെൻട്രൽ ബാങ്ക് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.